ഈ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയ ഇന്നൊക്കെ എന്തൊക്കെ ചികിത്സാ രീതികളുണ്ടെങ്കിൽ പോലും വളരെ സങ്കീർണമായ ഒന്നാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് പണ്ട് പലരും പറയും രണ്ടും രണ്ട് പാത്രമായിട്ട് കിട്ടണമെന്ന് വെച്ചാൽ അമ്മയെ കിട്ടണം, അതുപോലെ കുഞ്ഞിനെയും കിട്ടണം, അങ്ങനെ അതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാവ്യമോൾ എന്ന് പറയുന്ന 30 വയസ്സുകാരി പള്ളിക്കര സ്വദേശിയാണ്. അവിടെ സനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയാണ്. അത് ആദ്യം ഒരു കുട്ടിയുണ്ടതിന്, രണ്ടാമത് വീണ്ടും ഗർഭിണിയായി. അതിനെ രണ്ടാമത്തെ പ്രസവത്തിന് ഇവിടെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ നോർത്ത് പറവൂർ അവിടെ അഡ്മിറ്റ് ചെയ്തു. 24-ാം തീയതി ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് 12:30 മണിക്ക് അത് പ്രസവിച്ചു. സുഖപ്രസവമാണ്, പറഞ്ഞാൽ സിസേറിയനൊന്നും വേണ്ടി വന്നില്ല, അല്ലാതെ പ്രസവിച്ചു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായി. ആ ബ്ലീഡിങ് അത് നിൽക്കുന്നില്ല. അപ്പോൾ ഈ ബ്ലീഡിങ് നിൽക്കാതെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ബ്ലീഡിങ് നിൽക്കുന്നില്ല. പക്ഷേ അവർ ചോദിച്ചു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. വേണ്ട വേണ്ട, ഇവിടെ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല, റെഡിയാക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് നില വഷളായി. അവിടെ ബ്ലഡൊന്നും കൊടുക്കാനില്ല, കൊടുത്തൊന്നുമില്ല. അവസാനം ഈ ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ബന്ധുക്കൾ ആലുവായി പോയിട്ട് ബ്ലഡ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു കൊടുക്കുന്നു. അതിന് വേറെ അറേഞ്ച്മെൻ്റ് ഒന്നും നേരത്തെ ചെയ്തിരുന്നൊന്നുമില്ല. അവരുടെ അടുത്തൊന്നും പറഞ്ഞില്ല, ബ്ലഡ് വേണ്ടി വരുന്നൊന്നും പറഞ്ഞില്ല. ഏതായാലും ഈ ബ്ലീഡിങ് വീണ്ടും അതേപോലെ തുടർന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഈ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു, ഗർഭപാത്രം റിമൂവ് ചെയ്യണം, എന്നാലേ ഇത് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം പിന്നെ ഇവർ സമ്മതിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ആ ഗർഭപാത്രം റിമൂവ് ചെയ്തു, അതിൻ്റെ ശസ്ത്രക്രിയ നടന്നു. അപ്പം ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണെന്നറിയോ, ഗർഭപാത്രം റിമൂവ് ചെയ്ത ആ സർജറിയുടെ സമയത്ത് ഇതിന് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും പല സർജറിക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. അത് അനസ്തേഷ്യയിൽ സംഭവിക്കാം, അല്ലാതെ ഈ പ്രത്യേകിച്ച് കൂടുതലും സംഭവിക്കുന്ന അനസ്തേഷ്യയിലാണ്. പിന്നെ അതുപോലെ അല്ലെങ്കിൽ അത്ര നല്ല പെർഫെക്റ്റായിട്ട് അനസ്തേഷ്യ നൽകാൻ കഴിവുള്ള ഡോക്ടേഴ്സ് വേണം. പിന്നെ ഇതൊക്കെ നല്ല സർജൻ, അതായത് അവരൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, അവർ വേണം. വളരെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം ഇതൊക്കെ ചെയ്യാൻ. ഏതായാലും ശരി, ഇതിപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്തു. ഇതിൻ്റെ നില വളരെ വഷളായപ്പോൾ പറഞ്ഞു അത് വേറെ ആസ്ട്ര മെഡിസിറ്റിയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ആംബുലൻസ് നോക്കിയിരുന്നു. അന്നത്തേക്ക് തിരക്ക് നമുക്കറിയാമല്ലോ, ആ റോഡിലൊക്കെ ഉള്ള തിരക്ക്. ആംബുലൻസ് വന്നത് 3 മണിക്കൂർ താമസിച്ചാണ് ആംബുലൻസ് എത്തിയത്. അത് കഴിഞ്ഞ് ആംബുലൻസിനകത്ത് ഇതിനെ കയറ്റി ഈ ആസ്ട്ര മെഡിസിറ്റിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞു. 4 മണിക്കൂർ ആണ്. ഈ 4 മണിക്കൂറാണ് ഈ യുവതിയുടെ, ഈ പെൺകുട്ടിയുടെ ജീവിതം അതായത് അവസാനിപ്പിച്ചത്. ഈ 4 മണിക്കൂർ നേരത്തെ ഇതിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിൽ, ഷിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ആസ്ട്ര മെഡിസിറ്റി പോലുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു നന്നായിട്ട്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം തകർന്നു, അതായത് അതിൻ്റെ പ്രവർത്തനം നിലച്ച ഒരു നിലയിലാണ് അതിനെ കൊണ്ടുവന്ന് ഇവിടെ ആസ്ട്ര മെഡിസിറ്റി കൊണ്ടുവന്നത്. ഇത് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയോ, ഏറ്റവും കൂടുതൽ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഈ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായത്. അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു കേസായിട്ട് അവർക്ക് മനസ്സിലായി. എന്നിട്ട് പോലും ഈ പേഷ്യൻറ്റിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തോളാൻ അവർ പറഞ്ഞില്ല, അതിനുള്ള അനുവാദം കൊടുത്തതുമില്ല. അതിനെ അവളിട്ട് ചികിത്സിച്ചു. കാരണം എന്താ, യൂട്രസ് റിമൂവ് ചെയ്ത് ആ സർജറിയുടെ പണം കൂടെ കിട്ടും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു 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 കൊലയാളി സംഘം പോലെ മാറിയേക്കാണ് പല ആശുപത്രികളും. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കാണുന്നത്. ഇത് രക്തസ്രാവം നിൽക്കുന്നില്ല, അതിനൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള മരുന്നുകളും ഒക്കെ ഉണ്ട്. കാരണം ഈ യൂട്രസിൻ്റെ പ്രശ്നമൊന്നും ഇതിനില്ല, സുഖപ്രസവമായിരുന്നു. ഒരു ഒരു യഥാർത്ഥത്തിൽ ഒരു സിസേറിയൻ പോലും നടന്നില്ല അവിടെ. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ രക്തസ്രാവം. ഇത് നിർത്താനൊക്കെ ഉള്ള നല്ല മെക്കാനിസമൊക്കെ ഉണ്ട്, അതൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് അവർക്കറിയാം ഇല്ലെന്ന്. എങ്കിൽ ഈ കുട്ടിയെ അപ്പോഴേ ഇവിടോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അന്നേരമേ കൊടുക്കണ്ടേ, പറയണ്ടേ, അയക്കണ്ടേ. അതിന് പകരം അതിനെ അവിടെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ, ഇത് മരിക്കുന്നവരെ
നോയിക്കൊണ്ടിരുന്നു. അവസാനം ഇതിൻ്റെ ബ്ലഡ് മുഴുവൻ പോയി. എന്നാൽ ഈ ബ്ലഡൊന്നും അവിടെ കൊടുക്കാനില്ല അവർക്ക് അന്നേരം. പിന്നെ ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞ് അവർ ആലുവായി പോയി ബ്ലഡ് കളക്ട് ചെയ്തുകൊണ്ട് വന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അതൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് തന്നെ അത് പോയി കഴിഞ്ഞു യഥാർത്ഥത്തിൽ. അപ്പോൾ പിന്നെ അതിനെ സർജറി നടത്തുക. സർജറി നടത്തിയെന്ന് പറഞ്ഞാൽ ഈ ഈസ്ട്രക്ടമി അതും കൂടെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അതൊന്നും അതിന് താങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ആയി. കാരണം ബ്ലഡില്ല ദേഹത്ത്. അങ്ങനെ വന്നപ്പോൾ അതാണ് ഈ അറ്റാക്ക് ഉണ്ടായെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെ വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു. പിന്നെ അപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നിലച്ചുപോയി അതിൻ്റെ പ്രവർത്തനങ്ങൾ. പിന്നെ കൊണ്ടുപോകേണ്ട എന്താ പ്രയോജനം? പിന്നെ അത് മാത്രമോ, ഈ 4 മണിക്കൂർ സമയം ഇതിൻ്റെ വെറുതെ അങ്ങ് പോയില്ലേ. 3 മണിക്കൂർ ആംബുലൻസിന് വേണ്ടി കാത്തിരിക്കുന്നു, 1 മണിക്കൂർ ആ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈം, ഇതും കൂടെ ആയി. എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിലാണ് ഈ ദുരന്തം ഉണ്ടായത്. ഇത് ഒരു അകാല മൃത്യുവല്ലേ ഇതിൻ്റെ. പോലീസ് ഇപ്പോൾ അതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കേസൊക്കെ എടുക്കുമ്പോഴൊക്കെ ഉള്ള സംഭവം എന്താണെന്നറിയാമോ? ഇത് അവസാനം നോക്കുമ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് ഒക്കെ കൂടി ഡോക്ടേഴ്സിനെ കുറച്ച് പേരെ അങ്ങ് കൂട്ടും. അവർ പറയും യാതൊരു കുഴപ്പമില്ല, അവിടെ എല്ലാം റെഡിയായിരുന്നു, യാതൊരു പ്രശ്നവുമില്ല, ഈ കുട്ടി ആത്മഹത്യ ചെയ്താന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. അത് വേണമെങ്കിൽ പറയും. ആ രീതിയാവും. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അത് പറയും. ഒരു മെഡിക്കൽ ബോർഡ് അങ്ങോട്ട് കൂടിയിട്ട് അത് പറയും. അതിന് അപ്പീൽ കൊടുത്താലോ അതിനപ്പുറത്തിരിക്കുന്നവന്മാരാണ് വരുന്നത്, വന്നിട്ട് പറയും അതെല്ലാം ഡോക്ടേഴ്സാണ്, അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയേ നിൽക്കുകയുള്ളൂ. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. സഹായിക്കേണ്ടിടത്ത് സഹായിക്കണം, പക്ഷേ നേര് പറയേണ്ടിടത്ത് നേര് പറയണ്ടേ. പക്ഷെ അത് പറയത്തില്ല പലപ്പോഴും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശരി, ഇപ്പോൾ ഈ അകാലത്തിൽ ഈ കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞു. അത് ഏറ്റവും വലിയ മെഡിക്കൽ നെഗ്ലിജൻസാണ് നമ്മളിവിടെ കണ്ടത്. മാനേജ് ചെയ്യാൻ അവിടെ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴവിടെ നിന്ന് പറഞ്ഞയക്കണമായിരുന്നു. രക്ഷയില്ല, ഒരുപാട് ബ്ലീഡിങ് ഉണ്ട്, ഞങ്ങൾക്ക് ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ ആ പാവങ്ങൾ കൊണ്ടുപോയനെ. അവർ പറഞ്ഞാൽ ഞങ്ങളുടെ പണമൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കൊണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവർക്ക് ഉണ്ടായ നഷ്ടം ആര് നികത്തും? ഇതാര് സമാനം പറയും? ഇതുപോലുള്ള ആശുപത്രികളിലൊക്കെ ഉണ്ടല്ലോ, വളരെ ശ്രദ്ധിക്കണം, ആളുകൾ സൂക്ഷിക്കണം. നിങ്ങൾ കൂടെ നിന്നാലേ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിങ്ങ് വിട്ടേരെ, ഞങ്ങളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിക്കോണം അവിടുന്ന് എടുത്ത്. അതാ ചെയ്യേണ്ടത്. ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലുള്ള ആളുകളെ ഇനി അവിടെ ഇട്ട് കൊല്ലരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ആ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഒരു ന്യൂ ഇയറുമായിട്ട് സംഭവിച്ച ആ ദുരന്തം നമ്മുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കും. ആ കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു.